മക്കളെ, വെൽക്കം ടു സലം ലേണിംഗ്. അഖിൽ നവസ് ആണ്. അപ്പോൾ നമ്മുടെ +2 ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഓണം എക്സാം വരാനിരിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം ഓഗസ്റ്റ് 10-നാണ് നമ്മുടെ ഓണം എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ +2 എക്കണോമിക്സിൽ ഓണം എക്സാമിലേക്ക് നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് സെറ്റ് ആക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അപ്പം മിസ് എന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഒരു ബ്ലൂ പ്രിന്റ് പോലെ നിങ്ങൾക്ക് ഒന്ന് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കാനുണ്ട് അതെല്ലാം ബ്രീഫായിട്ട് നമ്മളൊന്ന് പറഞ്ഞു പോവാണ്. എടുത്തു പറയാണ്, ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, ഈ ഒരു ചാപ്റ്ററിന് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ് നമ്മൾ പോയിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ചാനലിൽ പോയിട്ടുണ്ട്. 2 പാർട്ടായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് കാണാം. അപ്പോൾ എന്തൊക്കെ കണ്ടന്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് സെറ്റാക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം അറിയുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും ടോപ്പിക് ആയിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യം തന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ PPC എന്ന് പറയുന്ന ഒരു കർവിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പിന്നെ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് പഠിക്കാനുണ്ട്. പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ സെറ്റ് ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഒരു വെയിറ്റേജിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് വെയിറ്റേജ് ഒന്നും ഇല്ല. നമുക്ക് 4 മാർക്കിന് വരെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി ഒരു മസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എന്തായാലും ചോദിക്കും. അതുപോലെ തന്നെ PPCയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഈ മൈക്രോ മാക്രോ ഡിഫറൻസ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസും, ഈ ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഓണം എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്കുകളിലൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഈ 3 എണ്ണമാണ് നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയാം. നമുക്കറിയാം ഒരു എക്കണോമിയിൽ ഒരുപാട് നമ്മുടെ ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഇതെല്ലാം ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സ് ഒരു എക്കണോമിയിലും ഇല്ല. അതുകൊണ്ട് ആ എക്കണോമി ഡിസൈഡ് ചെയ്യണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ കൂടെ ഹൗ ടു പ്രൊഡ്യൂസ്, ഏത് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കണം, ലേബർ ഇൻറ്റൻസീവ് എടുക്കണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എടുക്കണോ എന്നുള്ളത് തീരുമാനിക്കണം. പിന്നെ അവസാനം ഫോർ ഹും ടു പ്രൊഡ്യൂസ് അല്ലേ, ഇത് ആർക്കൊക്കെ ഏതൊക്കെ അളവിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നാഷണൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത്രയാണ് നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി വരിക. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നമ്മുടെ PPC എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. വേറെ പേര് കൂടിയുണ്ട് PPF അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും പറയും. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു കർവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കർവ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് മുഴുവനും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എക്കണോമിയിൽ 2 പ്രോഡക്ട്സ് ഏതൊക്കെ കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മുടെ PPC. ഈ ഷേപ്പിലാണ്, കോൺകേവ് ഷേപ്പിലാണ് PPC ഉണ്ടാവുക. ഈ ഓരോ പോയിന്റ് കാണിക്കുന്ന എന്തായിരിക്കും, അപ്പോൾ ഗുഡ് 1ഉം ഗുഡ് 2ഉം ഏതൊക്കെ കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അടുത്ത നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലേക്കും MOCയിലേക്കും വരുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കറിയാം എക്കണോമിയിൽ റിസോഴ്സ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ടാവും, സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതിനെയാണോ അങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ആണോ നമ്മൾ അതുപോലെ സാക്രിഫൈസ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എക്കണോമി സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഏതാണ് അല്ലെങ്കിൽ സർവീസ് ഏതാണ്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രോഡക്റ്റ് എത്ര യൂണിറ്റ് ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്, അതാണ് MOC അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നോക്കി വെക്കണം. പിന്നെ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ്, 2 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ ആരോടി ഉണ്ട്, മിക്സഡ് ഇക്കണോമി കൂടി ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമില്ല. നമുക്ക് സോഷ്യലിസ്റ്റ് എക്കണോമിയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമുക്കറിയാം ഒന്ന് പഠിച്ചാൽ മതിയാവും. ശരിക്കും പറഞ്ഞാൽ
ഒന്ന് പഠിച്ചാൽ മതിയും. സോഷ്യലിസം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റലിസം, അല്ലെ? സോഷ്യലിസത്തിലെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലാണ്, അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, പക്ഷെ അവരുടെ മോട്ടീവ് സോഷ്യൽ വെൽഫെയർ ആണ്. പക്ഷെ നേരെ ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ ഓണർഷിപ്പിലായിരിക്കും, പക്ഷെ ഗവൺമെന്റിന് ഒരു പാർഷ്യൽ കൺട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവരുടെ മോട്ടീവ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ ഒരു 4 പോയിന്റ് ഈച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്കണോമിനെ മാത്രമായിട്ട് ഫീച്ചേഴ്സ് എഴുതാനായിരിക്കും ചോദിക്കുക. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. ഇതൊന്ന് നോക്കി വെക്കുക. എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് കുറവാണ്, എന്നിരുന്നാൽ പോലും നോക്കി വെക്കുക. നമുക്കറിയാം ഒരു എക്കണോമിക് സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തെളിവുകളുടെ ബേസിൽ പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് എക്കണോമിക്സ് ആയിരിക്കും. പക്ഷെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ ശരിക്കും എങ്ങനെയായിരിക്കണം എന്ന് ഒരാൾ അയാളുടെ ഒപ്പീനിയനും ഐഡിയ ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ അത് നോർമേറ്റീവ് എക്കണോമിക്സ് ആയിരിക്കും. പിന്നെ അവസാനമായിട്ട് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഈ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് വരെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഡിഫറൻസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം മൈക്രോ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്, എക്കണോമിയിൽ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കുക. പക്ഷേ മാക്രോ എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റ് സ്റ്റഡിയാണ്, എക്കണോമി ആസ് എ ഹോൾ ആണ് പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വയ്ക്കുക. അതിൻ്റെ ഡിഫറൻസ് ഒരു 4 പോയിന്റ് എങ്കിലും നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഇതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ ഇതുപോലെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.